സുരേഷ് ഗോപി വളരെ കഴിഞ്ഞ 10 വർഷമായി ആ കോൺസ്റ്റിറ്റ്യുവൻസി കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തു. ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിലൂടെയും മതപരമായിട്ടുള്ള പല ചടങ്ങുകളിലൂടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള നല്ല ഹോം പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. താരപരിവേഷത്തിൻ്റെതായ സ്വാധീനമുണ്ട്. പിന്നെ BJP വിരുദ്ധ വോട്ടുകൾ നിങ്ങൾ പരിശോധിച്ചപ്പോൾ കെ മുരളീധരൻ 3ാം സ്ഥാനം പോയി എന്ന് പറഞ്ഞാൽ 9,000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. സുനിൽകുമാറും കെ മുരളീധരനും തമ്മിൽ 9,000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ BJP വിരുദ്ധ വോട്ട് ഏതാണ്ട് തുല്യമായി 2ആയി വീതിച്ചതിൻ്റെ കൂടി ആനുകൂല്യം സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് BJPയുടെ വളർച്ച എന്ന് ചോദിച്ചാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു സീറ്റ് കിട്ടിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അംഗീകാരം തന്നെയാണ്. പക്ഷേ അതൊരു ശാശ്വതമായ വളർച്ചയായി വിലയിരുത്താൻ കഴിയില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിൻ്റെ ഇപ്പോൾ കൈവരിച്ച നേട്ടത്തെ വില കുറച്ച് കാണുന്നില്ല, ഒരു ശാശ്വതമായ നേട്ടമായി. കാരണം ഈ പല ഘടകങ്ങളുണ്ട്. സുരേഷ് ഗോപി എന്നാൽ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിനേക്കാൾ എൻ്റെ അഭിപ്രായത്തിൽ BJPക്ക് കുറേ കൂടി സംഘടനാപരമായ സ്വാധീനവും ബഹുജനാടിത്തറയും ഒരു കോർപ്പറേഷനിൽ തന്നെ 46 സീറ്റ് വാങ്ങി തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് ജയിക്കാൻ കഴിയില്ല? അപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ നമുക്കറിയാം, പ്രധാനമന്ത്രി തന്നെ 3 പ്രാവശ്യം തൃശ്ശൂർ വന്നു. അദ്ദേഹത്തിൻ്റെ അതൊക്കെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വളരെ ഡെലിബറേറ്റായിട്ട് ഇൻറ്റൻസീവായി പ്രധാനമന്ത്രി അടക്കം നേരിട്ട് വന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെയൊക്കെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ സംശയിക്കുന്ന ഒരു ഗൗരവതരമായ പ്രശ്നം 2 കാര്യങ്ങൾ. അവിടെയാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ എന്തോ നീക്കുപോക്ക് BJPയുമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിൽ CPMൻ്റെയും മുഖ്യമന്ത്രിയുടെയും സഹായം ഉണ്ടായിട്ടുണ്ടോ എന്ന് ന്യായമായ സംശയം വരുന്ന അവിടെയാണ്. ഒന്ന്, തൃശ്ശൂർ പൂരം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ഗ്രൗണ്ടിൻ്റെ വാടക നിശ്ചയിച്ചുകൊണ്ട് എത്രയോ മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടാകുക. അതവസാനം CPI നേതൃത്വം റവന്യൂ മന്ത്രി രാജൻ ഉൾപ്പെടെയുള്ളവർ, കാരണം റവന്യൂവിൻ്റെ പരിധിയിൽ വരുന്നതായതുകൊണ്ട് ഇടപെട്ട ആ പ്രശ്നം അപ്പോൾ തന്നെ വലിയ ആക്ഷേപമായി. അതെല്ലാം കഴിഞ്ഞു, അത് പരിഹരിച്ചു വരുന്നത്. തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ചൊരാഴ്ചയുള്ളപ്പോഴാണ് തൃശ്ശൂർ പൂരത്തെ കലക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിലെ പോലീസ് സേന ഇടപെടുന്നത്. ആരവിടെ ആദ്യം ഓടിയെത്തിയത്? ഈ പ്രശ്നമുണ്ടായി ആദ്യം അവിടെ ഓടിയെത്തിയത് സുരേഷ് ഗോപിയാണ്. ഇതെങ്ങനെ ഒരു മാനുഫാക്ചേർഡ് ആൻഡ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു നടപടി, ആസൂത്രിതമായ ഗൂഢാലോചനയല്ല എന്നെങ്ങനെ വിലയിരുത്താൻ കഴിയും? ആർക്കാ മനസ്സിലാകാൻ കഴിയാത്തത്? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തൃശ്ശൂർ പൂരം നടക്കുന്ന, അവിടുത്തെ തൃശ്ശൂർ ജില്ലയുടെ എന്നല്ല കേരളത്തിൻ്റെ തന്നെ വികാരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ തൃശ്ശൂർ പൂരം കേരളത്തിൻ്റെ തന്നെ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പ്രതീകമായി അവിടുത്തെ ജനങ്ങൾ ജാതിമത ഭേദം കൂടാതെ ഏറ്റവും ഉത്സാഹത്തുമ്പത്തോടുകൂടി നടത്തുന്ന ഒരു ആഘോഷം, അതിന് കൊടുക്കുന്ന ഗ്രൗണ്ടിൻ്റെ റെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് ഈ തരത്തിൽ എക്സീഡ് ചെയ്യുക, വലിയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുക, പ്രകോപനപരമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുക, CPIയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അത് തൽക്കാലത്തേക്ക് പിൻവലിക്കുക. അത് കഴിഞ്ഞ് പൂരം, ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ പൂരം എങ്ങനെയൊക്കെ വഷളാക്കാമോ വഷളാക്കി, എന്തൊരു വാർത്തയായിരുന്നു. ഓടിയെത്തിയതാരാ? സുരേഷ് ഗോപി. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ബോധപൂർവമായി BJPക്ക് അക്കൗണ്ട് തുറക്കാൻ ഉള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിൽ ഇടതു ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നിസ്തുലമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായി 2 വിഷയങ്ങളുടെയും ഗുണഭോക്താവാരാണ്? ഒരിക്കലും UDF ആകില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം തന്നെ. അതാണല്ലോ ഹൈന്ദവ സമൂഹത്തിനും അവരുടെ ആരാധനാനുഷ്ഠാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും എതിരായിട്ടുള്ള വിവേചനം എന്ന നിലയിൽ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ 2 ഇൻസ്റ്റൻസസ് തുടർച്ചയായിട്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് യാദൃച്ഛികമായി ഉണ്ടായതല്ല, ഡെലിബറേറ്റായി തന്നെ ചെയ്തതാണ് എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വോട്ടിങ്ങിൻ്റെയൊക്കെ വിശദാംശങ്ങൾ കിട്ടിയതിന് ശേഷം ചർച്ച ചെയ്യാം.